നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റ് ആണ്, ലാസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈസ്റ്റ്വാർഡ് എക്സ്പാൻഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ജനപദ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അതായത് ഇന്ത്യയുടെ മധ്യഭാഗത്താണ് ഈ ഒരു വേദ കാലഘട്ടത്തിലെ ജനത താമസിച്ചിരുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് വരെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി ഈ പ്രദേശത്ത് നിന്ന് ഈസ്റ്റ്വാർഡ് മൂവ്മെന്റ് ആണ് പിന്നീട് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് അല്പം കൂടി പുറകിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ആര്യന്മാരുടെ ആദ്യ കാലഘട്ടത്തിൽ ആര്യന്മാര് വരുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്, വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരുന്നത്. അതുകൊണ്ടാണല്ലോ ഹാരപ്പൻ ജനതയെ ആര്യന്മാരുടെ ഇൻവേഷൻ കൊണ്ട് ഹാരപ്പൻ ജനത ഇല്ലാതാവുന്നത്. അപ്പൊ സപ്തസൈന്ധവ പ്രദേശത്താണ് ആര്യന്മാർ ആദ്യമായിട്ട് നിലയുറപ്പിക്കുന്നത്. പിന്നീട് അവര് കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നു. അങ്ങനെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിന്റെ ആവശ്യത്തിനാണ് ഇരുമ്പ് കൊണ്ട് അവർ കുതിരയും ഇരുമ്പുമായിട്ട് അവര് ഈസ്റ്റ്വേർഡിലേക്ക് ഒരു മുന്നേറ്റമാണ് പിന്നീട് ഉണ്ടാവുന്നത്. അതായത് അങ്ങനെ അവർ വന്ന് ഗാംഗറ്റിക് പ്ലെയിൻസില്, സിന്ധുവിന്റെ പ്ലെയിൻസിൽ നിന്ന്, സപ്തസൈന്ധവത്തിൽ നിന്ന് ഗംഗാ സമതലത്തിലേക്ക് മൂവ് ചെയ്തു. ഈ ഗംഗാ സമതലത്തിൽ നിന്ന് വീണ്ടും അവർ പരമാവധി ഈസ്റ്റ്വേർഡ് മൂവ്മെന്റ് ആണ് പിന്നീട് ഉണ്ടാവുന്നത്. അതായത് ആ പ്രദേശങ്ങളിലേക്കെല്ലാം അവർ കൃഷി വ്യാപിച്ച്, അവരുടെ സംസ്കാരം വ്യാപിപ്പിച്ച്, അവരുടെ രാഷ്ട്രം അവിടെ ഊന്നുന്ന ഒരു രീതിയിലേക്കാണ് പിന്നീട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റിനെ കുറിച്ചും അവരുടെ പൊളിറ്റിക്കൽ ഒരു മൊണാർക്കിയൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ BC 4ാം നൂറ്റാണ്ടിലാണ് ഉത്തരേന്ത്യയുടെയും ഡെക്കാന്റെയും പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് മഹാപത്മനന്ദൻ മഗധ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. മഹാപത്മനന്ദന്റെ മഗധ സാമ്രാജ്യത്തിനോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ചരിത്രം, അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം പൂർണ്ണമായിട്ടും മറിയുന്നത്. ഒരു പുതിയ നേച്ചർ അവിടുത്തെ പൊളിറ്റിക്സിന് വന്നു ചേരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ അതോറിറ്റി, ഇതെല്ലാം മറിയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ BC 6ാം ശതകത്തില് ഉത്തരേന്ത്യയില് മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന 16 ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട്, അല്ലെങ്കിൽ ചെറിയ കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 16 നാട്ടുരാജ്യങ്ങള്, ആ നാട്ടുരാജ്യങ്ങളുടെ ഭരണം അവര് തന്നെ നടത്തുന്ന ചെറിയ ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഓരോ നാട്ടുരാജ്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഭരണവും ഇവരുടെ നികുതി പിരിവ്, ഇവരുടെ എല്ലാ തരത്തിലുള്ള അഫയേഴ്സും വിത്തിൻ ദ ടെറിട്ടറി നടത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ സ്വതന്ത്രമായിട്ടുള്ള, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ജനപദങ്ങൾ എന്ന പേരിലാണ് ഈ ചെറിയ യൂണിറ്റുകൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും ശണ്ട കൂടുമായിരുന്നു. അതിന്റെ കാരണം കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളവർ മറ്റൊരു ജനപദത്തെ പിടിച്ചടക്കി സ്വന്തം ടെറിട്ടറി വികസിപ്പിക്കുന്ന ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ആണ് ഇവര് ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഈ 16 നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കാശിയാണ്. കാശിയുടെ തലസ്ഥാനം ബനാറസ് ആയിരുന്നു. രണ്ടാമത്തേത് അംഗം എന്ന ഒരു ജനപദമായിരുന്നു. അംഗം ചമ്പയായിരുന്നു അംഗത്തിന്റെ തലസ്ഥാനം. 3 കോസലമാണ്. കോസലത്തിന്റെ തലസ്ഥാനം ശ്രാവസ്തിയായിരുന്നു. മഗധമാണ് അടുത്തത്. മഗധത്തിന്റെ തലസ്ഥാനമാണ് രാജഗൃഹം. മഗധം ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പേരാണ്. മഗധമാണ് കൂട്ടത്തിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ രാജഗൃഹത്തിന്റെ ആദ്യകാല പേര് ഗിരിവ്രജം എന്നായിരുന്നു. ഇനി മറ്റൊന്നാണ് വൃജി. അതിന്റെ ക്യാപിറ്റൽ വൈശാലി ആയിരുന്നു. മല്ലയാണ് അടുത്തത്. കുശിനാര അല്ലെങ്കിൽ കുശിനഗരം അല്ലെങ്കിൽ പാവ, ഈ പേരിലൊക്കെയാണ് അതിന്റെ തലസ്ഥാനം അറിയപ്പെട്ടിരുന്നത്. മറ്റൊന്നാണ് ചേതി. ശുക്തിമതി ആയിരുന്നു ചേതിയുടെ തലസ്ഥാനം. വത്സമാണ് മറ്റൊന്ന്. കൗശാംബി ആയിരുന്നു വത്സത്തിന്റെ തലസ്ഥാനം. കുരു ആണ് മറ്റൊരു ജനപദം. ഹസ്തിനപുരം അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥം, ഇന്ന് ഡൽഹിയുടെ ഭാഗമായിരുന്നു ഈ കുരു എന്ന ജനപദം ഉണ്ടായിരുന്നത്. അതിന്റെ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥം അല്ലെങ്കിൽ ഹസ്തിനപുരമായിരുന്നു. മറ്റൊരു പ്രധാന ജനപദമായിരുന്നു പാഞ്ചാലം. അഹിച്ഛത്രയായിരുന്നു പാഞ്ചാലത്തിന്റെ തലസ്ഥാനം. മത്സ്യമാണ് മറ്റൊന്ന്. വിരാട നഗരിയായിരുന്നു മത്സ്യത്തിന്റെ ആസ്ഥാനം. ശൂരസേന മധുര, ഉത്തരേന്ത്യയിലെ മധുരയായിരുന്നു അതിന്റെ ആസ്ഥാനം. അശ്മകമാണ്
മറ്റൊരു ജനപദം എന്ന് പറയുന്നത്. അവന്തിയാണ് മറ്റൊരു ജനപദം. അവന്തിയുടെ ക്യാപിറ്റൽ ഉജ്ജയിനിയാണ്. അവന്തിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗാന്ധാരമാണ് മറ്റൊന്ന്. തക്ഷശിലയായിരുന്നു അതിന്റെ ആസ്ഥാനം. കമ്പോജം, രാജ്പൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പോജമാണ് 16ാമത്തെ ജനപദം. അപ്പൊ ഈ 16 ജനപദങ്ങള് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് പിന്നീട് വരുന്നത്. ഈ 16 ജനപദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കോസലം, മഗധം, അവന്തി, വത്സം എന്നിവയായിരുന്നു. ഈ ബുദ്ധന്റെ കാലത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള രാജ്യമായിരുന്നു കോസലം. അതുപോലെ കോസലം ഇതിന്റെ തലസ്ഥാനം ശ്രാവസ്തി ആയിരുന്നല്ലോ. ഇനി BC 6ാം ശതകത്തില് അറിയപ്പെടുന്ന ഒരു ഇത് അറിയപ്പെട്ടിരുന്നത് ജംബുദ്വീപ് എന്ന പേരിലൊക്കെയാണ് ശ്രാവസ്തി അറിയപ്പെട്ടിരുന്നത്. എന്തായാലും ഈ കൂട്ടത്തില് ഏറ്റവും ശക്തമായിട്ട് വരുന്നത് മഗധയാണ്. മഗധ പിന്നീട് മറ്റു പല ഈ 16ൽ എല്ലാ ഒട്ടുമിക്ക ജനപദങ്ങളെയും മഗധ കീഴടക്കുകയും അവർ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടത്തുകയും ചെയ്തു. അപ്പൊ പ്രധാനമായിട്ട് ഈ ഒരു അംഗ രാജ്യം കീഴടക്കുന്നത് ബിംബിസാരൻ അദ്ദേഹത്തിന്റെ പുത്രനെ അവിടെ പ്രതിനിധിയായിട്ട്, അജാതശത്രു എന്ന അദ്ദേഹത്തിന്റെ പുത്രനെ അവിടെ പ്രതിനിധിയായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ ഭരണാധികാരിയായിട്ട് വാഴിക്കുകയും ചെയ്യുന്നു. ഇനി യുദ്ധത്തിലൂടെ കുറെ പ്രദേശങ്ങളെയൊക്കെ കീഴടക്കി, കുറെ ജനപദങ്ങളെയൊക്കെ കീഴടക്കി. യുദ്ധം മാത്രമായിരുന്നില്ല, അവരുടെ ഒരു മാരേജ് അലയൻസിലൂടെ വിവാഹം ചെയ്ത് ഒരു ജനപദത്തിലെ രാജകുമാരിയെ വിവാഹം ചെയ്ത് ആ രാജ്യം കീഴടക്കുന്ന, അല്ലെങ്കിൽ ആ രാജ്യം ഈ ഒരു ജനപദത്തോട് കൂട്ടിച്ചേർക്കുന്ന, സ്ത്രീധനമായിട്ട് കൈയാളുന്ന രീതികളൊക്കെ അങ്ങനെ നിലവിലുണ്ടായിരുന്നു. എന്തായാലും കോസല രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചപ്പോഴാണ് കാശി ഇദ്ദേഹത്തിന് സ്ത്രീധനമായിട്ട് ലഭിക്കുന്നത്. വൈശാലിയിലെ ലിച്ചാവി രാജകുമാരിയെ വിവാഹം കഴിച്ചപ്പോഴാണ്, ചെല്ലന എന്നായിരുന്നു അവരുടെ പേര്, ചെല്ലനയെ വിവാഹം കഴിച്ചപ്പോഴാണ് പഞ്ചാബിലെ മാതൃകുല എന്ന ഒരു പ്രവിശ്യ അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ നിരവധി വിവാഹം കഴിക്കുകയും ഒരുപാട് പ്രദേശങ്ങൾ തന്റെ ജനപദത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഈ ബിംബിസാരനും അദ്ദേഹത്തിന്റെ പുത്രൻ അജാതശത്രുവും സ്വീകരിക്കുന്നു. എന്നാൽ പിന്നീട് അജാതശത്രു ബിംബിസാരനെ വധിച്ച് അവിടെ കൂടുതൽ പ്രബലനായി വരികയാണ്. പിതൃ ഹത്യയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഭരണം ഉറപ്പിക്കുന്നത്. മഗധത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഉജ്ജയിനി. തലസ്ഥാനമായ അവന്തിയായിരുന്നു ഇതിന്റെ തലസ്ഥാനം. അപ്പോൾ ആദ്യം ചില ഏറ്റുമുട്ടലുകളൊക്കെ നടന്നെങ്കിലും ക്രമേണ ഇവര് സൗഹാർദ്ദത്തിലായി മാറുന്നു. അങ്ങനെ അവന്തിയിലെ രാജാവിന് ഒരു അസുഖം ബാധിച്ചു. അദ്ദേഹം മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടാണ് അദ്ദേഹം മരണമടയുന്നത്. അപ്പൊ ബിംബിസാരൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജീവകൻ എന്ന ഒരു വൈദ്യനെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പൊ ഈ വൈദ്യൻ ചെന്ന്, അതൊരു നയതന്ത്രമാണ്. അതായത് ഈ അസുഖത്തിന് ഇദ്ദേഹത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവകനെ അയക്കുന്നതോടുകൂടി രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു നയതന്ത്രം രൂപപ്പെടുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പോളിസീസിലൂടെയാണ് ഇദ്ദേഹം ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടക്കുന്നത്. ഇപ്പൊ ബിംബിസാറിനെ തുടർന്ന് അധികാരത്തിൽ വരുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അജാതശത്രു പിതൃഹത്യയിലൂടെയാണ് വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ സിംഹാസനം കൈയടക്കി കോസലവും കാശിയും എല്ലാം കൂടെ ചേർന്ന് സൈനിക ഒരു ശക്തിയായി മാറി. ഈ സൈനിക സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ട് വൈശാലിയും കീഴടക്കി മഗധ കൂടുതൽ ശക്തമായി വരുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അങ്ങനെ ഈ 16ൽ ഏറ്റവും പ്രബലമായ രാഷ്ട്രമായിട്ട് മഗധ വളർന്നു വരുന്നു. ഇനി നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ ഇതിന് ശേഷം വന്നിട്ടുള്ള മറ്റു റൂൾസിനെ കുറിച്ചും റൂളേഴ്സിനെ കുറിച്ചും ഒക്കെ മറ്റൊരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.